ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വിശ്വാസത്തിൻ നായകനെ നോക്കിടുക. സ്വർഗീയ വിളിക്കൂ വിളിക്കപ്പെട്ടോ വിശ്വാസത്തിൻ നായകനെ നോക്കിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദമാത്മാവിൽ ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദമാത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ ഉണർന്നിടാം വേഗം എഴുന്നേറ്റിടാം ക്രിസ്തു നമ്മിലെന്നും പ്രകാശിക്കുവാൻ. ഉണർന്നിടാം വേഗം എഴുന്നേറ്റിടാം ക്രിസ്തു നമ്മിലെന്നും പ്രകാശിക്കുവാൻ. ഉണർന്നിരിപ്പിൻ ശക്തിപ്പെടുവിൻ ഉന്നതൻ ശക്തിയാൽ ജീവിക്കാം. ഉണർന്നിരിപ്പിൻ ശക്തിപ്പെടുവിൻ ഉന്നതൻ ശക്തിയാൽ ജീവിക്കാം. ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദമാത്മാവിൽ ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദമാത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ
ജീവിതം നാം നയിച്ചിടുവാൻ ജഡിക ക്രിയകളെ ക്രൂശിച്ചിടുക. ജീവിതം നാം നയിച്ചിടുവാൻ ജഡിക ക്രിയകളെ ക്രൂശിച്ചിടുക. യേശുനാഥന്റെ പാത നോക്കി ജയത്തോടെ നാം ജീവിച്ചിടുക. യേശുനാഥന്റെ പാത നോക്കി ജയത്തോടെ നാം ജീവിച്ചിടുക. ആനന്ദം ആനന്ദം ക്രിസ്തേശുവിൽ, ആനന്ദം ആനന്ദം ആത്മാവിൽ, ആനന്ദം ആനന്ദം ക്രിസ്തേശുവിൽ, ആനന്ദം ആനന്ദം ആത്മാവിൽ. നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം, ആണ്ടുകൾ കഴിയും മുൻപേ. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എപ്പേർപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ അബ്രഹാം പിതാവിനോട് പാതാളത്തിൽ കിടക്കുന്ന ധനവാൻ പറയുന്നതായ വാക്കുകളാണെന്ന് വായിച്ചു കേട്ടത്. ധനവാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ഒരു വിഷയമല്ലായിരുന്നു. മരിച്ച് നരകത്തിൽ ചെന്നപ്പോഴാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേടേണ്ടതായ അനുഭവിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരപ്പെടുക എന്നുള്ളതാണെന്ന് ധനവാന് മനസ്സിലായത് നരകത്തിൽ ചെന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അബ്രഹാം പിതാവിനോട് അപേക്ഷിക്കുന്നത്, എൻ്റെ 5 സഹോദരന്മാർ ഇപ്പോഴും ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, അവർക്കും മാനസാന്തരം ഒരു വിഷയമല്ല. ലാസറിനെ അവരുടെ അടുക്കിലേക്ക് അയച്ചാൽ അവർ മാനസാന്തരപ്പെടും എന്നാണ് അബ്രഹാം പിതാവിനോട് ധനവാൻ അപേക്ഷിക്കുന്നത്. ധനവാനും ലാസറും അടുത്തടുത്ത് ജീവിച്ച 2 മനുഷ്യർ, ഒരേ നാട്ടിൽ, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരേ ഇടവകയിൽ ഉള്ളതായ 2 മനുഷ്യർ, 2 പേരും ആദാമിൻ്റെ മക്കൾ. അവർ 2 പേരും അടുത്തടുത്ത് ജീവിച്ചിരിക്കുമെന്നെങ്കിലും അവർ തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. ധനവാൻ ബഹുസമ്പന്നനായിരുന്നു, ലാസർ പരമദരിദ്രനായിരുന്നു. ധനവാൻ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു, ലാസർ നിത്യരോഗിയായിരുന്നു. ധനവാൻ ഒന്നിന് കുറവില്ലാതെ ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. ലാസറോ വ്രണം നിറഞ്ഞവനായി ജീവിതകാലം മുഴുവൻ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. ഇതിലാരുടെ കൂടെയാണ് ദൈവം? ലാസറിൻ്റെ കൂടെയാണോ അതെയോ ധനവാന്റെ കൂടെയാണോ? ലാസറിൻ്റെ കൂടെയാണ് ദൈവം, ലാസറിനെയാണ് ദൈവം അനുഗ്രഹിച്ചത് എന്ന് ആരെങ്കിലും പറയുമോ? പറയാൻ ഒരു സാധ്യതയുമില്ല. കാരണം ധനവാൻ ഭക്തിയുള്ള മനുഷ്യനാണ്, അവൻ വളരെ നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ്, അവൻ നല്ല മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൻ്റെ പടിപ്പുരയ്ക്കൽ വ്രണം നിറഞ്ഞവനായ ലാസർ കിടക്കുന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും കാണുന്നത് ആദ്യം ലാസറിനെയാണ്, വ്രണം നിറഞ്ഞ ലാസറിനെ. നായ്ക്കൾ വന്ന് ലാസറിനെ വ്രണം നക്കിക്കൊണ്ടിരിക്കുന്നു. ധനവാൻ ഒരിക്കലും ലാസറിനെ അവിടുന്ന് ആട്ടി ഓടിച്ചില്ല. ധനവാൻ നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ ആരെങ്കിലും പറയുമോ, ആരെങ്കിലും വിശ്വസിക്കുമോ, ആരെങ്കിലും വിചാരിക്കുമോ ദൈവം അനുഗ്രഹിച്ച ഒരു ദൈവ പൈതലാണ് ലാസർ? ദൈവത്തിൻ്റെ മാലാഖമാർ ലാസറിൻ്റെ കൂടെയുണ്ട്.
എന്നാരും വിശ്വസിക്കുകയില്ല. കാരണം അനേകരും ദൈവത്തിൻ്റെ അനുഗ്രഹം അളക്കുന്നത് ഭൗതികമായ നന്മകളും നേട്ടങ്ങളും ഉയർച്ചകളും വെച്ചാണ്. ദൈവം അനുഗ്രഹിച്ചു, രോഗം സൗഖ്യമായി. ദൈവം അനുഗ്രഹിച്ചു, വലിയ കടബാധ്യത മാറിക്കിട്ടി. ദൈവം അനുഗ്രഹിച്ചു, പരീക്ഷ പാസ്സായി. ദൈവം അനുഗ്രഹിച്ചു, പെട്ടെന്ന് വിസ ശരിയായി. ദൈവം അനുഗ്രഹിച്ചു, കുട്ടികളുടെ കല്യാണമെല്ലാം ഭംഗിയായിട്ട് നടന്നു. ദൈവം അനുഗ്രഹിച്ചു, നല്ലൊരു ജോലി കിട്ടി. ദൈവം അനുഗ്രഹിച്ചു, ബിസിനസ് നല്ല ലാഭത്തിലായി തീർന്നു. എല്ലാം ശരിയാണ്. എന്നാൽ ഇതൊന്നും ദൈവം കൂടെയുണ്ട്, ദൈവത്തിൻ്റെ ജീവനുള്ളിലുണ്ട്, ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ല, മാനദണ്ഡമല്ല. മറിച്ച് ഒരു ദൈവത്തിന് കഷ്ടങ്ങൾ വരിക, ദുഃഖങ്ങൾ വരിക, പരീക്ഷകൾ വരിക, പ്രയാസങ്ങൾ വരിക എന്ന് പറയുന്നത് ഒരിക്കലും ദൈവകോപത്തിൻ്റെ അടയാളമല്ല. മറിച്ച് ദൈവത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾ, കഷ്ടതകൾ, വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങൾ എന്ന് ഒരു ദേവദാസൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ധനവാന്റെയും ലാസറിൻ്റെയും ഈ ലോക ജീവിതവും മരണവും യേശുക്രിസ്തു വളരെ ചുരുക്കമായിട്ടാണ് പറഞ്ഞു നിർത്തിയത്. ഏതാനും വാക്യങ്ങളിൽ, 1-2 വാക്യങ്ങളിൽ പറഞ്ഞു നിർത്തി. ധനവാനൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് സൂചിച്ചുകൊണ്ടിരുന്നു. അതാണ് ധനവാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ധനവാന്റെ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ച്. ലാസറിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, ലാസർ എന്നു പേരുള്ള മനുഷ്യൻ വ്രണം നിറഞ്ഞവനായി ധനവാന്റെ പടിപ്പുരയ്ക്കൽ അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നുവാൻ ആഗ്രഹിച്ച് വിശപ്പെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത്രയാണ് ലാസറിനെ കുറിച്ച് പറയുന്നത്. ഏതാനും വാക്യങ്ങൾ, 1-2 വാക്യങ്ങളിൽ ഈ ലോക ജീവിതം ചുരുക്കി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ലാസറിൻ്റെയും ധനവാന്റെയും മരണത്തെക്കുറിച്ച് പറയുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ലാസർ മരിച്ചു. ധനവാന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ധനവാന് ഒരു രോഗം വന്നതായിട്ട് വേദോസ് പറയുന്നില്ല. അവന് ദിനം പ്രതി സുഖമായിരുന്നാണ് പറയുന്നത്. ഒരു കഷ്ടത വന്നതായിട്ട് പറയുന്നില്ല, ഒരു ബുദ്ധിമുട്ട് വന്നതായിട്ട് പറയുന്നില്ല, ഒരു പ്രയാസങ്ങളും വന്നതായിട്ട് പറയുന്നില്ല. ദിനം പ്രതി അവൻ സുഖിച്ചുകൊണ്ടിരുന്നു, സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. അവൻ ദിനം പ്രതി പട്ടും ധൂമ്ര വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും നല്ല വിലയേറിയ വസ്ത്രം ധരിക്കുക. അന്നത്തെ കാലത്തെ മഹാപുരോഹിതന്മാർ ധരിക്കുന്നതായ വസ്ത്രമാണ് ഈ ധനവാൻ ധരിച്ചുകൊണ്ടിരുന്നതാണ് വേദ പണ്ഡിതാക്കൾ പറയുന്നത്. എന്നാൽ ലാസറിൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ വ്രണം നിറഞ്ഞവനായി ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് വേദോസിൽ പറഞ്ഞിരിക്കുന്നത്. തിന്നു എന്ന് പറയുന്നില്ല, ആഗ്രഹിച്ചു. അവന് വസ്ത്രമുണ്ടായിരുന്നോ? നഗ്നത മറയ്ക്കാൻ വേണ്ടി അത്യാവശ്യം വസ്ത്രം ഉണ്ടായിരുന്നിരിക്കും. കാരണം നായ്ക്കൾ അവൻ്റെ വ്രണം നക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്രണങ്ങൾ എക്സ്പോസ്ഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ എത്ര ദയനീയമായ അവസ്ഥയിലാണ് ലാസർ കിടന്നിരുന്നത്. എന്നാൽ 19 മുതൽ 22 വാക്യങ്ങൾ, 3 വാക്യങ്ങളിൽ ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും യേശുക്രിസ്തു പറഞ്ഞപ്പോൾ 22 മുതൽ 31 വരെയുള്ളതായ 9 വാക്യങ്ങളിലാണ് യേശുക്രിസ്തു ധനവാന്റെയും ലാസറിൻ്റെയും മരണം എങ്ങനെയായിരുന്നു, മരണശേഷമുള്ള ജീവിതം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കുന്നത്. ഇത്രയും ലളിതമായും വിശദമായും ഒരു മനുഷ്യൻ്റെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ലാസറിന് ജീവിതകാലം മുഴുവൻ ഈ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത്? ലാസർ ഒരു ദൈവവേദലായിരുന്നു. ലാസറിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ലാസറിൻ്റെ ദൈവം അനുഗ്രഹിച്ചിരുന്നു. ലാസർ ദൈവം തരുന്നതായ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ടാണ് അവിടെ കിടന്നിരുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടത അനുഭവിക്കുക, ജീവിതകാലം മുഴുവൻ രോഗിയായിട്ടിരിക്കുക, എന്തുകൊണ്ട്? അനേകരുടെ ഉള്ളിൽ വരുന്നതായൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ കഷ്ടത? ദൈവമക്കൾക്ക് എന്തുകൊണ്ട് ഈ കഷ്ടത വരുന്നു? ലാസറിന് സ്വന്തമായി ഒന്നുമില്ല, ഭവനമില്ല, കുടുംബമില്ല, ബന്ധുക്കളില്ല, വസ്തുവകളില്ല, ആശ്രയിപ്പാൻ ഒന്നുമില്ല, സന്തോഷിപ്പാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല, വിട്ടുമാറാത്ത രോഗം. എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, ദൈവം നോക്കിയത് ലാസറിൻ്റെ ആത്യന്തികമായ നന്മയാണ്. ലാസറിനെ ശുദ്ധീകരിച്ച് തനി തങ്കമാക്കി തീർക്കാനായിട്ട്
കറയും കളങ്കവുമില്ലാത്തവനായി തീർക്കാനായിട്ട് കഷ്ടതയുടെ തീച്ചൂളയിലൂടെ ദൈവം കടത്തിവിടുകയാണ്. ദൈവം ആകാംക്ഷയോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസർ ഈ കഷ്ടത സഹിച്ച് വിശ്വാസത്തിൽ ഉറച്ച് ശുദ്ധീകരണം പ്രാപിച്ച് തേജസ്സിൻ്റെ കിരീടം പ്രാപിക്കുവാനായിട്ട് വരുന്നത് കാത്തുകാത്തിരുന്നതായ ദൈവം ഈ കഷ്ടത നടുവിലും പരിഭവിക്കാതെ, അവിശ്വസിക്കാതെ, പിറുപിറുക്കാതെ എല്ലാം സഹിച്ചുകൊണ്ട്, ഈ ലോകത്തിലെ ഒന്നിലും ആശ്രയിക്കാതെ, ഒന്നിലും സന്തോഷിക്കാതെ, ഈ ലോകത്തിലെ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ഉയരത്തുള്ള മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ലാസറിനെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു, അഭ്യസിപ്പിക്കുകയായിരുന്നു. എന്താണ് കഷ്ടത എന്ന്, ദൈവമക്കൾക്ക് വരുന്ന കഷ്ടത എന്തിനു വേണ്ടി, എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഇസ്രായേൽ മക്കളുടേതായ കനാൻ യാത്ര അത് കഷ്ടതയേറിയതായിരുന്നു, കഠിനമായിരുന്നു, മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയായിരുന്നു. ദൈവമക്കളുടെ ജീവിതയാത്രയും ഈ യാത്രയോടാണ് വേദപുസ്തകം ഉപമിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ കഷ്ടതയേറിയ മരുഭൂമി യാത്ര? ഇവിടെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിക്കുള്ളിൽ നടത്തി. നമ്മുടെ ഹൃദയത്തെ താഴ്ത്തുവാൻ, നമ്മുടെ ഹൃദയത്തെ പരീക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനും വേണ്ടിയാണ് ദൈവം കഷ്ടത അനുവദിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനുമാണ് കഷ്ടത, മരുഭൂമിയുടെ അനുഭവം ദൈവം അനുവദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് ഗ്രഹിപ്പിക്കേണ്ടതിനാണ്. 107-ാം സങ്കീർത്തനം, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. ഹൃദയത്തെ താഴ്ത്തുവാൻ കഷ്ടത ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം അനുഭവിക്കുന്നവർക്കറിയാം, കഷ്ടതയുടെ കാലങ്ങളിലാണ് ദൈവമക്കൾ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കഷ്ടകാലത്താണ് നാം വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത്. കഷ്ടകാലത്ത് വരുന്ന ഏറ്റവും വലിയ പരിശോധന എന്താണെന്നറിയാമോ? വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാം. അയ്യോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടത? ദൈവത്തിൻ്റെ സ്നേഹത്തെ അവിശ്വസിക്കാൻ വേണമെങ്കിൽ ദൈവം എന്തുകൊണ്ട് കഷ്ടത അനുഭവിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ചോദ്യങ്ങൾ വരാം, അവിശ്വാസം വരാം. എന്നാൽ ഒരു ദൈവ പൈതൽ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത് കഷ്ടതയിൽ കൂടിയാണ്. കഷ്ടകാലത്താണ് നാം ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ലാസർ സ്വർഗത്തിലെത്തുമെന്ന് അന്നത്തെ കാലത്ത് ആരെങ്കിലും ചിന്തിച്ചിരുന്നു? ആരെങ്കിലും വിചാരിച്ചിരുന്നു? ഇല്ല പ്രിയമുള്ളവരെ, ആരും വിചാരിച്ച് കാണില്ല. ധനവാൻ സ്വർഗത്തിലെത്തുമെന്ന് പലരും ചിന്തിച്ച് കാണുവർ. കാരണം ധനവാൻ നല്ലൊരു മനുഷ്യൻ, ഭക്തിയോടെ ജീവിക്കുന്ന മനുഷ്യൻ, ഉപകാരങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. ധനവാൻ സ്വർഗത്തിലെത്തുമെന്ന് ചിന്തിക്കാം, കാരണം ദൈവം അനുഗ്രഹിക്കുന്നു. ധനവാന് ഉയർച്ചയാണ്, ധനവാന് സുഖമാണ്. എന്നാൽ ലാസർ ഒരിക്കലും സ്വർഗത്തിലെത്തുമെന്ന് ആരും വിചാരിക്കാൻ സാധ്യതയില്ല. വലത്തെ ഭാഗത്തെ കള്ളൻ സ്വർഗത്തിലെത്തുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല പ്രിയമുള്ളവരെ, ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ദൈവത്തിന് അറിയാമായിരുന്നു അവൻ സ്വർഗരാജ്യത്തിൽ പറുദീസയിൽ എന്നോടുകൂടി ഇരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ലാസർ ലോകത്തിന് മുമ്പിൽ വിലയുള്ളവനായിരുന്നില്ല. ധനവാൻ വിലയുള്ളവനായിരുന്നു. കാരണം ധനവാന് സമ്പത്തുണ്ട്, സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്. അതുകൊണ്ട് ധനവാനെ ലോകം വിലമതിച്ചിരുന്നു. ലാസറിനെ ലോകം വിലമതിച്ചിരുന്നില്ല, വില കൊടുത്തിരുന്നില്ല. കാരണം ലാസർ ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവനാണ്. ദൈവസന്നിധിയിൽ ലാസർ വിലയേറിയവനായിരുന്നു. എന്താണ് ലാസറിൻ്റെ വില എന്ന് പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ വിലയായിരുന്നു ലാസർ. ലാസറിനെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് വിലയേറിയ രക്തം കൊണ്ടാണ്. ലാസർ ഒരു ദൈവ പൈതലാണ്. ലാസർ ദൈവസന്നിധിയിൽ വിലയേറിയവനും മാന്യനുമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ മുത്ത്, ഒരു രത്നം, അത് വളരെ ചെറുതായിരിക്കാം. നമ്മുടെ കൈവളയിൽ ഒതുങ്ങുന്ന ചെറിയൊരു രത്നക്കല്ല്, അത് കാഴ്ചയിൽ വളരെ ചെറുതാണ്. പക്ഷേ അതിൻ്റെ വില എന്ന് പറയുന്നത്, അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത്, അത് വാങ്ങുവാനായിട്ട് കൊടുക്കുന്നതായ വിലയാണ്. കോടികൾ വിലയുണ്ട് ആ ചെറിയ രത്നക്കല്ലിന്. കോടികളുടെ വിലയാണ് അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത്.
അതുപോലെ ഒരു ദൈവ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയതാണ് ദൈവത്തിൻ്റെ മക്കൾ. സഹോദര, സഹോദരി, നീ ഒരു ദൈവ പൈതലാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? നീ വിലയേറിയവനും മാന്യനുമാണ്. ദൈവസന്നിധിയിൽ നീ വിലയേറിയവനാണ്, വിലപ്പെട്ടവനാണ്. ധനവാൻ ഈ ലോകത്തിൽ സമ്പന്നനായിരുന്നു. ലാസർ ദൈവവിഷയമായി സമ്പന്നനായിരുന്നു. ഈ ലോകത്തിലെ സമ്പത്ത് ലാസറിനില്ലായിരുന്നു. പക്ഷേ ലാസറിന് ദൈവവിഷയമായി സമ്പന്നനായിരുന്നു. ധനവാന് ഈ ലോകത്തിൽ നിക്ഷേപങ്ങളുണ്ടായിരുന്നു. ലാസറിന് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടായിരുന്നു. ധനവാന് പട്ടും ധൂമ്ര വസ്ത്രവും ഉണ്ടായിരുന്നു, വിലയേറിയ വസ്ത്രമുണ്ടായിരുന്നു. ലാസറിന് നീതിയുടെ വസ്ത്രമുണ്ടായിരുന്നു, രക്ഷാവസ്ത്രമുണ്ടായിരുന്നു. ധനവാന് ഈ ലോകത്തിലെ സുഖങ്ങളിൽ, ആഡംബരത്തിലെല്ലാം സന്തോഷിച്ചുകൊണ്ടിരുന്നു. ലാസർ ദൈവത്തിൽ മാത്രം സന്തോഷിച്ചുകൊണ്ടിരുന്നു. ധനവാന് അനേകം ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടി. ലാസറിന് ഭൗതികമായ ഒരു അനുഗ്രഹം കിട്ടിയില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ലാസറിന് കിട്ടി. എന്താണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത്? അത് മാനസാന്തരം. ദൈവത്തിന് സ്തോത്രം. ലാസറിന് അതാണ് ലഭിച്ചത്. ലാസർ സ്വർഗത്തിലെത്തിയത് ദരിദ്രനായതുകൊണ്ടല്ല, ലാസർ മാനസാന്തരപ്പെട്ടവനായിരുന്നു. ധനവാൻ നരകത്തിലെത്തിയത് ധനമുണ്ടായതുകൊണ്ടല്ല, ധനവാന് മാനസാന്തരമില്ലായിരുന്നു. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ആകയാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. ചില താമസമെന്ന് വിചാരിക്കുന്ന പോലെ ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്താണ് മാനസാന്തരം? കർത്താവായ യേശുക്രിസ്തു ഉള്ളത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുന്നതാണ് മാനസാന്തരം. യേശുക്രിസ്തു ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് മാനസാന്തരം. പാപത്തോട് യാത്ര പറഞ്ഞ് എന്നേക്കുമായി യേശുവിന് ജീവിതം കലവറ കൂടാതെ സമർപ്പിക്കുന്നതാണ് മാനസാന്തരം. യേശുവിൽ വിശ്വസിക്കുക, യേശുവിലേക്ക് നോക്കുക, യേശുവിനെ വിളിക്കുക, യേശുവിനായി ജീവിതം കൊടുക്കുക. ദൈവം മാനസാന്തരത്തിന് അനുഗ്രഹം തന്ന് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.